ഞാനിപ്പോൾ സ്വർണ്ണ അമ്മൂമ്മയുടെ അടുത്ത് വന്നപ്പോൾ ആ അമ്മൂമ്മയുടെ അനിയത്തിയും കുഞ്ഞുങ്ങളും വന്നിരുന്നു. വളരെ ദയനീയ, ഈ അമ്മൂമ്മയെക്കാളും ദയനീയ സ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും എന്തൊക്കെ പഠിക്കുക, അവർക്ക് തീരെ സാമ്പത്തികമില്ല, സ്കൂളിൽ വിടാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അവർക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരാം. സ്കൂളിലേക്കുള്ളത് വല്ലതും വാങ്ങിച്ചോ? ഒന്നും വാങ്ങിച്ചില്ല, ഇതുവരെയും വാങ്ങിച്ചില്ല. നമ്മൾ പാവപ്പെട്ടവരാണ്, ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് വരെയും ജീവനോടെ ഇരിക്കുന്നുണ്ട്. 62 വയസ്സായി എനിക്ക്, 62 വയസ്സ്. ഈ 2 പിള്ളേരെയും കൊല്ലാൻ കൊടുക്കാതെ എനിക്ക് പറ്റണ ഉപകാരം മരുമകൻ ഇപ്പോൾ നോക്കൂലെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇപ്പം നിലവിൽ അവരുടെ കൂടെ ഇല്ല. അവർക്കൊരു ഹെൽപ്പും ഇല്ല. ഒരു ഹെൽപ്പും ഇല്ല. അപ്പോൾ ഈ ഹെൽപ്പ് ഇല്ലാത്തതിന് കാരണം എന്താണ്? 2 പെൺകുഞ്ഞുങ്ങളായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ഇവരെയൊക്കെ ഉപേക്ഷിച്ചേക്കുന്നത്. ഞാനേ 2-3 ദിവസത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം. 29ാം തീയതി ഞങ്ങൾ വരാം. കാരണം ഞങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ അതിന് മുമ്പേ പോയി നാളെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് 29ാം തീയതി ഞാനിവിടെ എത്തും. വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാം കേട്ടോ. ശരി, ശരി, ഓക്കെ.